മക്കളെ നമുക്ക് ഫസ്റ്റ് എക്സസൈസ് തീർന്നാണല്ലേ, സെക്കൻഡ് എടുക്കുന്നതിന് മുന്നേ തേർഡ് എടുക്കാം കേട്ടോ. എന്താ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. ഇഫ് എം ഇസ് ഈക്വൽ ടു 1, എമ്മിന്റെ വാല്യൂ എന്താണ് 1 ആയാൽ, ഇഫ് എം ഇസ് ഈക്വൽ ടു 1 ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം മൈനസ് 2. അപ്പൊ എന്താ നമുക്ക് എം മൈനസ് 2 എടുക്കാൻ തരുന്നു നോക്ക്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, എമ്മിന് പകരം എന്തിടാൻ അവർ പറഞ്ഞ് 2 ഇടുന്നു. അപ്പൊ എം മൈനസ് 2 പകരം എന്തെടുത്തുന്നു 2 മൈനസ് 2 എന്ത് കിട്ടും 0. ഓക്കെ. പിന്നെ എല്ലാം ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ഒരേ ടൈപ്പാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്ക്. 3m സ്ക്വയർ മൈനസ് 2m മൈനസ് 7. എമ്മിന് പകരം എന്തിടണം 2 ഇടാം. അതായത് 3 ബ്രാക്കറ്റിൽ 2 സ്ക്വയർ ഇടാം. കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതൊക്കെ ബ്രാക്കറ്റ് ഇട്ടേക്ക് വേണേ. 2 ബ്രാക്കറ്റ് മീൻസ് എന്താ ഇൻറ്റു ആ കേട്ടോ, മൈനസ് 7. 2 സ്ക്വയർ എത്ര 4, 4 ഇൻറ്റു 3 എത്ര 12. അപ്പൊ 12 മൈനസ് 2 ഇൻറ്റു 2 എത്ര 4 മൈനസ് 7. അപ്പൊ എന്താ 12 മൈനസ് 4ഉം മൈനസ് 7ഉം കൂടെ എത്ര ആവും, ഒരേ സൈൻ ആണ്, തമ്മിൽ ആഡ് ചെയ്തിട്ട് കോമൺ സൈൻ എടുക്കുക. മൈനസ് 11 എത്ര കിട്ടും 12 മൈനസ് 11 എന്ന് വെച്ചാൽ എത്ര 1. ഇത് കിടക്കുന്നുണ്ടോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫിഫ്ത്ത് പാർട്ടോട് നോക്കിക്കോ. എന്താ 5m/2 മൈനസ് 4. എമ്മിന് പകരം എന്തിടാനാ പറഞ്ഞത് 2 ഇട്. 5 ഇൻറ്റു 2 അല്ലെ, 5m എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു m ആണ്. അതായത് 5 ഇൻറ്റു 2/2 മൈനസ് 4. ഇതേ ബൈ 2 ഇൻറ്റു 2 പത്തല്ലേ, എന്തുണ്ട് 5 മൈനസ് 4 എത്ര 1. ഇനി ഇങ്ങനെ വെട്ടാൻ അറിയാത്തവർ എന്ത് ചെയ്യണം മക്കളെ, ഇങ്ങനെ വെട്ടാൻ അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. 5 ഇൻറ്റു 2 എത്ര 10, 10/2 മൈനസ് 4. 10/2 എത്ര 5 അല്ലേ. 5 മൈനസ് 4 is equal to എത്ര 1. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതെല്ലാം ഇങ്ങനത്തെയാണ്, സിമ്പിൾ സാധനങ്ങളാണ്. എന്താണ്, ഇഫ് p is equal to -2, p -2 ആണ് താഴെ തന്നിരിക്കുന്നത് കണ്ടുപിടിക്കാം. അപ്പൊ എന്താ ഫസ്റ്റ് വൺ നിങ്ങൾ ഹോംവർക്ക് എത്തി, സിമ്പിൾ അല്ലേ. സെക്കൻഡും തേർഡും അല്ലേ ഇത്തിരി ടഫ് ആയിട്ട് തോന്നേ. സെക്കൻഡ് എടുക്കാം നമുക്ക്. എന്തോന്നു -3p² + 4p + 7 എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, പിക്ക് പകരം -2 ഇടുക. എവിടെ ഇടണം, ബ്രാക്കറ്റിൽ ഇടണം കേട്ടോ. അപ്പൊ നമുക്കിടാം -3 ബ്രാക്കറ്റിൽ -2² + 4 ബ്രാക്കറ്റിൽ -2 + 7. -2ന്റെ സ്ക്വയർ എത്ര മക്കളെ, നമ്മൾ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് പഠിച്ച -2 ഇൻറ്റു -2 അതാണ് -2 സ്ക്വയർ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, 2 ഇൻറ്റു 2 എത്രയാണ് 4 ആണ്. അതായത് -3 ഇൻറ്റു -2 സ്ക്വയർ എത്ര കിട്ടി 4 പ്ലസ് 4 -2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 4 ഇൻറ്റു 8 ആൻഡ് പ്ലസ് 7. ഇത് എത്ര കിട്ടും, -3 4 കൂടെ ചെയ്താൽ -12 -8 + 7. ഇതേ -8 -12 ഒരേ സൈൻ ആണെങ്കിൽ ആഡ് ചെയ്ത് കോമൺ സൈൻ -20 + 7 എന്ന് കിട്ടും. ആൻസർ -13 എന്ന് കിട്ടും. ഓക്കെ. എന്താ ചെയ്തത്, p കണ്ടെടുത്ത എല്ലാം -2 ഇട്ടു, വെറുതെ ഇടുവല്ല, ബ്രാക്കറ്റിലായിട്ടത്. കാര്യം ആ -2 വേണ്ടത്, അത് കാണിക്കാൻ വേണ്ടിയാ ബ്രാക്കറ്റ് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ മാക്സിമം ബ്രാക്കറ്റിൽ തന്നെ കൊടുക്കാം. അടുത്തത് എടുക്കാം. എന്താണ് -2 p³ p³ പകരം എന്തിടാനാ പറഞ്ഞ -2. അപ്പൊ ബ്രാക്കറ്റിൽ -2³ -3 ഇൻറ്റു p² എന്ന് വെച്ചാൽ എത്ര -2² + 4 ഇൻറ്റു -2 + 7 is equal to -2 -2³ എത്ര നമ്മൾ പഠിച്ചിട്ടില്ലേ, നെഗറ്റീവ്, ഒരു നെഗറ്റീവിന്റെ പവറായി ഓഡ് നമ്പർ വന്നാൽ മൈനസും, നെഗറ്റീവിന്റെ പവറായി ഈവൻ നമ്പർ വന്നാൽ പ്ലസ് വിടണം. ഇവിടെ നോക്ക്, നെഗറ്റീവിന്റെ പവറായി എന്ത് ഓഡ്, അതായത് ഉത്തരം ഒരു മൈനസ് ആണ്. 2 ഇൻറ്റു 2 എത്ര 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 -3 അതുപോലെ എഴുതി. -2² മൈനസിന്റെ സ്ക്വയർ എത്ര, മൈനസിന്റെ പവറായി ഈവൻ നമ്പർ വന്നു, അതിന്റെ മീനിങ് പ്ലസ് ആണ്. പ്ലസ് വന്നാൽ ഇതൊക്കെ കാര്യമുണ്ടോ മക്കളെ, വേണ്ട. 2ന്റെ സ്ക്വയറിന് 4 +4 -2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -8 + 7. ഇവിടെ -2 ഇൻറ്റു -8 എത്ര +16 അല്ലേ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ഇതൊക്കെ നിങ്ങൾ സൈൻ റൂളിൽ പഠിച്ചുകൊണ്ട് തന്നെ എടുത്ത് പറയാത്ത, ഇതെന്താ -12 എന്ന് കിട്ടും. -8 + 7 എന്ത് ചെയ്യണം, ഒരേ സൈൻ ഉള്ളവരെ ആഡ് ചെയ്യാം. 16
പ്ലസ് 7 രണ്ടും പോസിറ്റീവ് ആണ് അല്ലേ 16ഉം 7ഉം എത്രയായി 23 12ഉം 8ഉം ഒരേ സൈൻ ആണ് അല്ലേ നെഗറ്റീവ് ആണ് തമ്മിൽ കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ മതി എത്ര 20 എന്ത് 20 നെഗറ്റീവ് 20 23 മൈനസ് 20 എത്ര 3 ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഫോളോയിങ് എക്സ്പ്രഷൻ when x is equal to -1 x നെ എന്ത് കൊടുക്കണം -1 കൊടുക്കുന്നു എല്ലാം ഒന്നും ചെയ്യുന്നില്ല സെക്കൻഡും ഫോർത്തും ചെയ്യാം അപ്പൊ എന്താ സെക്കൻഡ് വൺ എടുക്ക് -x ആണ് അപ്പൊ -x എഴുതുന്നതിന് പകരം എന്ത് എഴുതണം -1 എന്ന് എഴുതണം എന്ന് പറഞ്ഞു +2 മൈനസ് ഇൻറ്റു മൈനസ് എന്നാ പ്ലസ് അപ്പൊ മൈനസ് ബ്രാക്കറ്റിൽ -1 എന്നാൽ +1 +1 +2 എത്ര വരും +3 സൈൻ റൂൾസ് ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ ആർക്കെങ്കിലും അറിയത്തില്ലേ പറഞ്ഞാൽ മതി ഞാൻ എടുത്തുതരാം കേട്ടോ ഇമ്പോർട്ടന്റ് ആണ് കുഞ്ഞു ക്ലാസ്സിനെ പഠിച്ചു വരാം വലിയ ക്ലാസ് എത്ര വലിപ്പത്തിലെത്തിയാലും അത് വേണം അപ്പൊ എന്താ മൈനസ് അതുപോലെ എഴുതി എക്സ് എഴുതുന്നതിന് പകരം എന്ത് എഴുതി -1 എഴുതി ബാക്കിയെല്ലാം അതുപോലെ എഴുതി ബ്രാക്കറ്റ് വെച്ച് മൈനസ് ഇൻറ്റു മൈനസ് +1 +2 1ഉം 2ഉം കൂടെ 3 അടുത്ത നമുക്ക് ആ ഫോർത്ത് വൺ നോക്കാം ഓക്കെ എന്താ 2x² അപ്പൊ 2 അതുപോലെ എഴുതി x² ന് പകരം എന്ത് എഴുതി x ന് പകരം -1 എഴുതി -1² മൈനസ് അതുപോലെ എഴുതി x ന് പകരം എന്ത് എഴുതി -1 -2 അതുപോലെ എഴുതി 2 -1 ന്റെ സ്ക്വയർ എത്ര മൈനസിന്റെ സ്ക്വയർ പ്ലസ് ആണ് അല്ലേ മൈനസിന് മുകളിൽ ഈവൻ വന്നാൽ പ്ലസ് ആണ് 1 ന്റെ സ്ക്വയർ എത്ര 1 അതായത് 2 × 1 മൈനസ് ബ്രാക്കറ്റിൽ മൈനസ് അതായത് മൈനസ് ഇൻറ്റു മൈനസ് +1 -2 അതുപോലെ 2 × 1 എത്ര മക്കളെ 2 2 + 1 -2 2 + 1 എത്ര 3 3 - 2 എത്ര 1 ആൻസർ എന്ത് കിട്ടി 1 ഇല്ലേ കിടപ്പുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട് കേട്ടോ മക്കളത് നോക്കി നോക്കി പഠിക്കണം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ എന്താ മറ്റേതിന് വ്യത്യാസം രണ്ട് വേറെ വാല്യൂ തന്നിട്ടുണ്ട് a കണ്ടാൽ 2 ഉം b കണ്ടാൽ -2 ഇട്ട് കൊടുക്കണം ഫസ്റ്റ് വൺ എടുക്കാം a² + b² അപ്പൊ a കണ്ടു a ക്ക് പകരം എന്ത് എഴുതാം 2 ബ്രാക്കറ്റിൽ എഴുതി 2² + b ക്ക് പകരം എന്ത് എഴുതാം -2 the whole square 2 ന്റെ സ്ക്വയർ എന്നാ മക്കളെ 4 പ്ലസ് മൈനസിന്റെ സ്ക്വയർ എന്നാ മൈനസിന് മുകളിൽ ഈവൻ വന്നാൽ പോസിറ്റീവ് ആണ് 2 ന്റെ സ്ക്വയർ എന്താ 4 അപ്പോൾ ആൻസർ 4 4 + 4 8 അല്ല മക്കളെ മൈനസ് പുറത്തിട്ടിട്ട് മൈനസിന്റെ സ്ക്വയർ എടുക്കാതിരിക്കരുത് കേട്ടോ മൈനസിന്റെ സ്ക്വയർ എടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നറിയോ 0 എന്ന് കിട്ടും നമ്മൾ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് പഠിച്ചാൽ നെഗറ്റീവിന്റെ പവറായി ഈവൻ നമ്പർ വന്നാൽ പോസിറ്റീവ് ആകും ഓക്കെ അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്തേക്കാം എന്താണ് a² - b² ആ നമ്മൾ ഓൾറെഡി ഇവിടെ a² എഴുതിച്ചിട്ടുണ്ട് b² എഴുതിച്ചിട്ടുണ്ട് നടുക്ക് ആഡ് ചെയ്തായിരുന്നു ചേർത്ത് നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്യാം എത്ര കിട്ടും 4 - 4 0 എന്ന് കിട്ടും കേട്ടോ ഇനി എന്ത് ചെയ്യാം ആ സെക്കൻഡ് ക്വസ്റ്റ്യനോട് അങ്ങ് ചെയ്യാം അപ്പൊ എന്താണ് ഇവിടെ എന്താ ചെയ്യുന്നത് a കണ്ടാൽ എന്തിട്ട് കൊടുക്കും a കണ്ടാൽ 2 ഉം b കണ്ടാൽ -2 ഇട്ട് കൊടുക്കും ഇവിടെ a² ഉണ്ട് അപ്പൊ എന്ത് എഴുതാം ബ്രാക്കറ്റിൽ 2² പ്ലസ് a b ഉണ്ട് a എന്ന് കണ്ടാൽ ബ്രാക്കറ്റിൽ 2 ഉം b എന്ന് കണ്ടാൽ ബ്രാക്കറ്റിൽ -2 ഇട്ടു പ്ലസ് b² b കണ്ടപ്പോൾ -2 ഇട്ടു സ്ക്വയർ അതുപോലെ 2² എത്ര മക്കളെ 4 ഇതെന്താ 2 × -2 എത്ര 2 × 2 4 ആണ് സൈൻ നോക്ക് എന്താ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ് അപ്പോൾ -4 -2 the whole square മൈനസിന്റെ സ്ക്വയർ എന്താ പ്ലസ് 2 ന്റെ സ്ക്വയർ എന്താ 4 അപ്പൊ എന്താ 4 ഉം 8 ഒരേ സൈനുള്ളവരെ കൂട്ടി -4 8 4 എത്ര 4 അങ്ങനെ ചിന്തിക്കാം അല്ലെങ്കിൽ വേറെ രീതിയിലും ചിന്തിക്കാം എങ്ങനെ 4 - 4 എന്ന് വെച്ചാൽ എത്ര 0 0 + 4 എന്ന് വെച്ചാൽ എത്ര 4 എങ്ങനെ നോക്കിയാലും ആൻസർ കിട്ടി 4 എന്ന് കിട്ടി ഓക്കെ അപ്പൊ എന്താ ഇവിടെ ചെയ്തത് എന്താ നമ്മള് a കാണുന്നിടത്ത് 2 b കാണുന്നിടത്ത് -2 ഇട്ടു അതായത് എന്താണ് നമ്മുടെ പരിപാടി ഒരു എക്സ്പ്രഷൻ തരും ഒരു ഇക്വേഷൻ ഇതുപോലൊക്കെ ഇക്വേഷൻ തന്നിട്ട് അവിടുത്തെ വേരിയബിൾസിന് ഇടാൻ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് ഇല്ലേ മക്കളെ ലെറ്റേഴ്സ് ആയിട്ട് എടുക്കുന്നവന്മാര് വേരി ചെയ്യുന്നവന്മാര് അവന്മാർക്ക് ഇടാൻ എന്ത് ചെയ്യുന്നു ഒരു വാല്യൂ തരും നമ്മൾ അത് ഇടണം
സൈൻ നോക്കി നോക്കി ഇടണം. അതിലാണ് മൊത്തം കാര്യം കിടക്കുന്നത്. സൈൻ തെറ്റിപ്പോയോ ആൻസർ തെറ്റിപ്പോയി. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താ പറഞ്ഞേക്കുന്നേ? a is equal to a കണ്ടാൽ എന്തിട്ട് കൊടുക്കണം? 0. b കണ്ടാലോ -1. വാ നമുക്ക് ഏതെങ്കിലും രണ്ട് എക്സ്പ്രഷൻസ് നോക്കാം. ഇത് നോക്കാം. എന്താണ്? 2a² a കണ്ടാൽ എന്തിട്ട് കൊടുക്കണം? 0. അപ്പൊ 2 × 0² പ്ലസ് b² b കണ്ടാൽ എന്തിട്ട് കൊടുക്കണം? -1. അപ്പൊ -1² പ്ലസ് 1 അല്ലേ? 2 അതുപോലെ എഴുതി, a² പകരം 0² എഴുതി, പ്ലസ് അതുപോലെ എഴുതി, b² പകരം -1² എഴുതി, പ്ലസ് 1 അതുപോലെ എഴുതി. 0² എത്ര? 0. അപ്പൊ നമുക്ക് ഇനി 2 × 0 പ്ലസ് മൈനസിന്റെ സ്ക്വയർ എത്ര? പ്ലസ്. കാര്യം ഈവൻ നമ്പർ അല്ലേ. 1 ന്റെ സ്ക്വയർ എത്ര? 1 പ്ലസ് 1 അതുപോലെ, ഈ പ്ലസ് 1 അതുപോലെ. 2 × 0 എന്നാ മക്കളെ? 0. അപ്പൊ 0 പ്ലസ് 1 പ്ലസ് 1 എന്നാ 2. 0 പ്ലസ് 2 എത്ര? 2. കിടക്കുന്നു ആൻസർ. മനസ്സിലായോ? തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് പാർട്ട്. ബാക്കി രണ്ടെണ്ണം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം ഒരേ മെത്തേഡാ. നമ്മൾ മുഴുവൻ ചെയ്ത് തന്നിട്ട് നിങ്ങൾക്ക് അപ്പം ചെയ്ത് നോക്കാൻ ആക്ടിവിറ്റി ഇല്ലാതായിട്ടില്ലേ? എന്താ ഇവിടെ? എന്താ? 2a² b. അപ്പൊ 2 അതുപോലെ എഴുതി, a² പകരം എന്ത് ഇട്ട് കൊടുത്തു? a² 0. അപ്പോൾ a² പകരം 0² ഇട്ട് കൊടുത്തു. bക്ക് പകരം ബ്രാക്കറ്റില് -1 ഇട്ടു. പ്ലസ് 2ab² എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ പ്ലസ് 2 എക്ക് പകരം 0 ഇട്ട് കൊടുത്തു, ബിക്ക് പകരം -1. അപ്പൊ b² പകരം -1² പ്ലസ് ab പ്ലസ് എക്ക് പകരം 0, ബിക്ക് പകരം -1. അപ്പൊ എന്താ? 2 ആലോചിച്ച് നോക്കിക്കേ മക്കളെ. 2 × 0². 0² എത്ര? 0 തന്നെ. 0 എന്ത് നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്തായി പോകും? 0 ആയിപ്പോ. അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 0. ദേ ഇവിടെ ഉണ്ട് 2 × 0 എന്ന് പറഞ്ഞ. അപ്പൊ ഈ ടൈം എന്തായി പോകും? 0 ആയി പോകും. ഇവിടെ ഉണ്ട് 0 അല്ലെ? 0 × -1 എത്ര? 0. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0. അപ്പൊ എന്താ? എനി നമ്പർ × 0 is equal to 0. എനി നമ്പർ × 0 is equal to 0. ഫോർത്ത് പാർട്ട് കൂടെ നോക്കാം. എന്താ പറഞ്ഞ? a² എന്ന് പറഞ്ഞാൽ ആരാ? a കണ്ടാൽ 0 എന്നാ പറഞ്ഞവര്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് a കണ്ടാൽ 0. അപ്പൊ 0² പ്ലസ് ab a കണ്ടാൽ 0, b കണ്ടാൽ -1, പിന്നെന്താ അവർ വന്നേക്കുന്നത്? +2. അപ്പൊ അതേ 0, 0യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0, 0 × -1 എന്ന് പറഞ്ഞാലും 0, പിന്നെന്താ? +2. അപ്പൊ 0 + 0 + 2 എത്ര? 2. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലിഫൈ. ഇനി ഞാൻ എല്ലാം രണ്ടെണ്ണം വീഡിയോ ചെയ്ത് കാണിച്ചുള്ളൂ. ഓക്കെ, ബാക്കി നിങ്ങൾ 2 ദിവസമായിട്ട് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻസ് ആൻഡ് ഫൈൻഡ് ദ വാല്യൂസ് ഇഫ് x ഈസ് ഈക്വൽ ടു 2. x കണ്ടാൽ എന്തിട്ട് കൊടുക്കണം? 2 ഇട്ട് കൊടുക്കണം. ആദ്യത്തേത് എടുക്കാം. x കണ്ടെടുത്ത് 2 ഇട്ട് കൊടുത്തു. അപ്പൊ എന്ത് കിട്ടും? 2 + 7 + 4 ബ്രാക്കറ്റില് x - 5 വരെ 2 - 5. 2 + 7. അപ്പൊ നമുക്ക് എന്ത് എഴുതാം അതിനെ? നമുക്കതിനെ 2 + 7 അല്ലേ? 2 + 7 ഈ സൈഡിലേക്ക് ഇടാം. 2 + 7 + 4 ബ്രാക്കറ്റിൽ 2 - 5 എത്ര മക്കളെ? വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ ആരാ വലുത്? 5. സബ്ട്രാക്ഷൻ വരുമ്പോ അങ്ങനെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈൻസ് വരുമ്പോ അങ്ങനെ. 5 ന്ന് 2 പോയാൽ എത്ര? 3. വലുതിന്റെ മുന്നിൽ ഏതാ സൈൻ? ഇവിടെ മൈനസ്. എത്ര? -3. ബ്രാക്കറ്റ് എന്തിനു കാണിക്കുന്നതാ? മൾട്ടിപ്ലിക്കേഷൻ കാണിക്കുന്നതാ. അപ്പൊ എന്താണ്? 2 + 7 4 - 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര? 4 × 3 12 ആണ്. പ്ലസ് × -12 ആണ്. 7 2 കൂടെ കൂട്ടിക്ക് എത്ര കിട്ടും? 9. 9 - 12 എത്ര? -3. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാൻ വാല്യൂ ഇട്ട് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡും തേർഡും ചെയ്യുന്നില്ല, പകരം ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്തു തരാം. ഇവിടെ ഞാൻ ആദ്യമേ ബ്രാക്കറ്റ് വാല്യൂ ഇടുന്നില്ല, പകരം ഞാൻ ബ്രാക്കറ്റ് അടിച്ചിട്ട് വാല്യൂ ഇടാം. ബ്രാക്കറ്റ് അടിക്കാൻ നമുക്കൊക്കെ അറിയാലോ. ബ്രാക്കറ്റ് അടിച്ച് എന്താ? 4 കൊണ്ട്
ആദ്യം 2x ന് കൊടുക്കണം. ബ്രാക്കറ്റ് മീൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 കൊണ്ട് 2x നെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും 4 × 2 8x. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഈ 4 കൊണ്ട് ബ്രാക്കറ്റിൽ അടുത്ത ആളെ മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര? 4 × -1 എത്ര? -4. ഇനി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ബ്രാക്കറ്റിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ബാക്കിയുള്ളവർ അതുപോലെ എടുത്ത് +3x +11. നമുക്ക് എക്സുകളെ ഒന്ന് ചെയ്താം. 8x ഉം 3x കൂടി ചേരുമ്പോൾ എത്ര? രണ്ടും പ്ലസ് അല്ലേ? ആഡ് 8x ഉം 3x കൂടെ. എക്സ് ഒരു മാങ്ങയെന്ന് വിചാരിക്കുക. 8 മാങ്ങയും 3 മാങ്ങയും കൂടി ചേരുമ്പോൾ എത്രയായി? 11 മാങ്ങയായി അല്ലേ? അതുപോലെ 11x. ഇനി എന്താ? -4 ഉം +11 കൂടെ എത്രയായി? ആലോചിച്ച് നോക്ക്. -4 ഉം +11. ഇതോട്ട് വേണം എഴുതാം. -4 +11. ഓപ്പോസിറ്റ് സൈൻസ് ആണ് അല്ലേ? ഓപ്പോസിറ്റ് സൈനുകൾ വന്ന് എന്ത് ചെയ്യണം? വലുതിന് ചെറുത് കുറച്ച് വലുതിന് ചെയ്താൽ മതി. 11 ൽ 4 പോയാൽ എത്ര? 7. വലുതിന്റെ സൈൻ എത്ര ഇവിടെ? പ്ലസ്. പ്ലസ് ആണ്. അപ്പോഴാണ് ഓർക്കുന്നത് എക്സിന് 2 എന്ന് കൊടുക്കാൻ അവർ പറഞ്ഞിരുന്നു. അപ്പൊ എക്സിന് പകരം നമുക്ക് 2 ഇടാം. 11 ബ്രാക്കറ്റിൽ 2 +7. 11 × 2 എത്ര? 22. 22 +7 എത്ര? 22 + 7 എന്ന് പറയുമ്പോൾ 29. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഞാൻ എങ്ങനെ പഠിപ്പിച്ചിരുന്നത്? ആദ്യം തന്നെ വാല്യൂ ഇട്ടാൽ എങ്ങനെ ചെയ്യാമെന്നും ഇപ്പോഴത്തെ എങ്ങനെയാ? ആദ്യം തന്നെ വാല്യൂ ഇടുന്നില്ല, പകരം ബ്രാക്കറ്റ് അടിച്ചാൽ എങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താണ് ഇതിന് ബാക്കിയുള്ളത് എന്നുള്ള വ്യത്യാസം? 2 വീതം ചെയ്യുന്നു കേട്ടോ. കൂട്ടത്തിൽ പാടില്ല, 2 ചെയ്തു തരാം. x കണ്ടാൽ 3, a കണ്ടാൽ -1, b കണ്ടാൽ -2. അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടെന്ന് തോന്നുന്നത് നമുക്ക് രണ്ടാമത്തതും അഞ്ചാമത്തതും ചെയ്യാം. വേണം ഒന്നാമത്തെ ചെയ്തേക്കാം. ഇത് 3. ഒന്നാമത്തെ എടുക്ക്. എന്താണ്? 3x - 5 - x + 9. ആദ്യം നമുക്ക് എക്സുകളെ ഒന്ന് സോൾവ് ചെയ്തേക്കാം. 3x ഉം -x. -x എന്ന് വെച്ചാൽ എന്താ? -1x. 3x ൽ 1x പോയാൽ എത്ര മക്കളെ? 2x. പിന്നെ ആരുണ്ട്? -5 ഉം +9. -5 ഉം +9. ഓപ്പോസിറ്റ് സൈൻസ് വന്നാൽ എന്ത് ചെയ്യണം? വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ ചെയ്യണം. അതായത് 2x. 9 ൽ 5 പോയാൽ 4. വലുതിന്റെ സൈൻ എത്ര? +4. 2x + 4 എന്നിട്ട് x കണ്ടാൽ എത്ര എണ്ണം? 3. അതായത് 2 ബ്രാക്കറ്റിൽ 3 +4. 2 × 3 എത്ര? 6. 6 + 4 എത്ര? 10. ഫസ്റ്റിന്റെ ആൻസർ 10. ഓക്കെ. നെക്സ്റ്റ് വൺ നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. വേണ്ട, സെക്കൻഡ് വണ്ണില് എക്സിന്റെ തന്നെയാണ് അല്ലേ? അപ്പൊ ഞാൻ സെക്കൻഡ് വൺ ചെയ്യുന്നില്ല. ഇനി എ ഉള്ള ഒരെടുക്കാം. തേർഡ് വൺ എന്താ പറഞ്ഞേക്കുന്നത്? 3a + 5 - 8a + 1. ആദ്യം നമുക്ക് ആദ്യം എ സോൾവ് ചെയ്യാം. 3a ന്ന് 8a പോയി. അപ്പൊ എത്ര? ഒരാൾ പോസിറ്റീവ് അല്ലേ? 3a എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഒരു സൈനും ഇല്ല. അപ്പൊ എന്താ? പോസിറ്റീവ്. 3a ന്ന് 8a പോയാൽ എത്ര? വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. 8 ന്ന് 3 പോയാൽ എത്ര? 5. 5a. 8a ന്ന് 3a പോയി കഴിഞ്ഞാൽ 5a. വലുതിന്റെ സൈൻ എത്ര? മൈനസ്. മിച്ചം എന്തുണ്ട്? +5 +1. 5ഉം 1ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര ഇടും? 6. അതെന്താ പറയുന്നത്? എ കണ്ടാൽ -1 ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പൊ -5. എ കണ്ടു. എക്ക് പകരം ബ്രാക്കറ്റ് -1 +6. -5 × -1 എത്ര? -× പ്ലസ് ആണെന്ന് നിങ്ങൾക്കറിയാം. 5 × 1 5 ആണെന്നറിയാം. 5 + 6 എന്ന് കിട്ടും. 5 + 6 എത്ര? 11. കിടക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് ഫിഫ്ത്ത് പാർട്ട് ചെയ്യാം. അതാകുമ്പോൾ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യന്. ബി എന്താ പറഞ്ഞേ? 2a. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 2a - 2b -4 -5 + a. ആദ്യം നമുക്ക് a സോൾവ് ചെയ്യാം. 2a ഉണ്ട് +1a ഉണ്ട്. 2a യും 1a കൂടെ എത്രയായി? 3a. അടുത്ത b സെറ്റ് ചെയ്യാം. b വല്ലവരും ഉണ്ടോ? ഇല്ല. അത് ഒരെണ്ണമേ ഉള്ളൂ. അതുപോലെ അടുത്ത കോൺസ്റ്റന്റ് നമ്പേഴ്സ് നോക്കാം. -4 -5 കൂടെ എത്രയായി? -4 -5 ഒരേ സൈൻ ആണ് അല്ലേ? ഒരേ സൈൻ ആണെങ്കിൽ ആഡ് ചെയ്ത് കോമൺ സൈൻ. 5 4 9. കോമൺ സൈൻ എത്ര? മൈനസ്. a കണ്ടാൽ എത്ര കൊടുക്കണമെന്ന് പറഞ്ഞാൽ -1. അതായത് 3യുടെ ബ്രാക്കറ്റിൽ -1 -2. b കണ്ടാൽ എന്ത് കൊടുക്കണം? -2. പിന്നെ ഈ -9 അതുപോലെ എന്ത് കിട്ടും? 3 × -1 എത്ര? -3. -2 × -2 എത്ര? -2 × -2 എത്ര?
പ്ലസ് 2 into 2 4 പിന്നെ ഈ മൈനസ് 9 അതുപോലെ ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? ഒരേ സൈൻ ആണെങ്കിൽ ആദ്യം ഒരേ സൈൻ ഇങ്ങനെ എടുക്കാം. -3 -9 ഒരേ സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കോമൺ സൈൻ. 9 3 കൂടെ എത്രയായി? 12. എന്ത് 12? -12. പ്ലസ് 4 അതുപോലെ എഴുതാം. ഓപ്പോസിറ്റ് സൈൻസ് ആണ് അല്ലേ? ഒരേ സൈൻ ആണ് ഇത് അല്ല, ഓപ്പോസിറ്റ് സൈൻസ് ആണ്. ഓപ്പോസിറ്റ് സൈൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? വലുതിന് ചെറുത് കുറച്ച് വലുതിന് ചെയ്യണം. 12 4 പോയാൽ 8. ഇവിടെ വലുതിന്റെ സൈൻ ഏതാ? 12ന്റെ സൈൻ, അതായത് 12ന്റെ ഫ്രണ്ടിലെ മൈനസ്. അപ്പൊ എത്ര? ആൻസർ -8 എന്ന് കിട്ടും. മനസ്സിലായോ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താ പറഞ്ഞത്? z is equal to 10 ഫൈൻഡ് എന്ന് പറഞ്ഞ് തന്നേക്കുക. സെക്കൻഡ് പാർട്ട് നമുക്ക് തന്നെ ചെയ്ത് നോക്കണം. അപ്പൊ എന്താ? z is equal to 1 ആണെങ്കിൽ z cube -3 ബ്രാക്കറ്റിൽ z minus 10 എത്രയാണ്? നമുക്കൊക്കെ അറിയാലോ, ബ്രാക്കറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. z ക്യൂബ്, z കണ്ടാൽ എന്തെണ്ണം? 10. അതായത് 10ന്റെ ക്യൂബ് -3 ബ്രാക്കറ്റിൽ z ന് പകരം 10 മൈനസ് 10. z ക്യൂബ് എത്ര? 10 ക്യൂബ്. 10 ക്യൂബ് എത്ര? 10 into 10 into 10 എത്ര കിട്ടും? 1000 മൈനസ് 3 ബ്രാക്കറ്റിൽ എത്ര കിട്ടും? 10 മൈനസ് 10 എത്ര? 0. അതായത് 1000 മൈനസ് 3 into 0 എത്ര? 0. 1000 മൈനസ് 0 എത്ര? 1000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ഒന്ന് ചെയ്ത് തന്നേക്കാം കേട്ടോ. പിക്ക് പകരം -1. കാര്യം ഞാൻ ആ മൈനസ് കണ്ടില്ല. മൈനസ് കണ്ടത് ഞാൻ നെഗറ്റീവിലെ ചെയ്ത് തരത്തുള്ളായിരുന്നു. പി കണ്ടാൽ എന്ത് എഴുതാന്നാ പറഞ്ഞേ? -1. ക്വസ്റ്റ്യൻ എന്താ? p² മൈനസ് 2p മൈനസ് 100 എത്രയാണ്? അപ്പൊ പിക്ക് പകരം -10. p² പകരം -10² -2 പിന്നെ p കണ്ടാൽ ബ്രാക്കറ്റ് -10 ഇട്ടു -100. മൈനസിന്റെ സ്ക്വയർ എന്താ? മൈനസിന് മുകളിൽ ഈവൻ നമ്പർ വന്നാൽ പ്ലസ് ആകും. അപ്പൊ ഇത് പ്ലസ് 10ന്റെ സ്ക്വയർ എന്നാ? 100. -2 into -10 എത്ര? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 2 into 10 20 ആണ്. പിന്നെ ഇവിടെ എന്തുണ്ട്? -100. 100 ഉം 20 കൂടെ എത്രയായി? 120 -100 എത്ര കിട്ടും? 120 100 പോയാൽ 20 എന്ന് കിട്ടും. ആൻസർ. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ നമുക്കൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താ പറഞ്ഞേക്കുന്നേ? നമുക്ക് ഇതാകുമ്പോ ഒരു 2-3 ക്ലാസ്സുകൾ കൊണ്ട് നമ്മുടെ പോർഷൻസ് ഒക്കെ തീർന്നാൽ റിവിഷൻ തുടങ്ങാം പതുക്കെ. റിവിഷൻസ് വീഡിയോസ് അല്ല, ക്വസ്റ്റ്യൻസ് ഇട്ടാലും നിങ്ങൾ ആക്ടിവിറ്റി പോലെ ചെയ്ത് നോക്കാം. എന്നിട്ട് രാവിലെ സൊല്യൂഷൻസ് ഇട്ടുതരാം. ഡൗട്ട് ഉള്ളവർ പറഞ്ഞാലും നമ്മൾ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ നോക്കിക്കോ. വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് എ ഇഫ് ഒരു എക്സ്പ്രഷൻ തന്നിട്ട് ഈ എക്സ്പ്രഷൻ ഇസ് ഈക്വൽ ടു, അവരെന്താ പറഞ്ഞത് നോക്ക്. അവർ പറഞ്ഞു 2x² + xa - a is equal to 5 ആണ്. when x is equal to 0, അപ്പോഴും പറഞ്ഞു x is equal to 0 ആണ്. അങ്ങനെയാണെങ്കിൽ a is equal to എത്ര എന്നാണ് അവർ ചോദിച്ചത്. നമുക്കിപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? x ന് 0 എന്ന് ഇട്ട് കൊടുക്കാം അല്ലേ? ഇട്ട് കൊടുത്ത മക്കളെ അപ്പം എന്ത് വരും? 2 into x² എന്ന് പറയുന്നതിന് പകരം 0² പ്ലസ് x ന് പകരം എന്നിട്ട് കൊടുക്കാം 0 മൈനസ് a is equal to 5. 2 into 0² എന്താ? 0. കാര്യം 0 0യുമായിട്ട് എന്ത് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാലും 0. പിന്നെ ഇവിടെ ഓൾറെഡി 0 ആണ്. മൈനസ് a is equal to 5. 0 + 0 0 ആണ്. അപ്പൊ 0 - a is equal to 5 എന്ന് കിട്ടി. നമുക്ക് എന്താ വേണ്ടേ? അതായത് -a is equal to 5. നമുക്ക് എന്തുവാ വേണ്ടേ? a ആ വേണ്ടത്. a is equal to എത്ര? -5. എങ്ങനെയാ? ഇവിടുത്തെ മൈനസ് കളയാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡിലും ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു മൈനസ് കളയാൻ വേണ്ടി അപ്പുറത്തുള്ളവനെ സൈൻ മാറ്റി കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ എനിക്ക് -a is equal to കിട്ടി. എനിക്ക് +a എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? +a എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈനിൽ എടുത്തേ. +a കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ എടുക്കണം. വേറൊരു എക്സാമ്പിൾ പറയാം. -a is equal to -2 ആയിരുന്നെങ്കിൽ a is equal to എത്ര? a എന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ അല്ലെ? മൈനസിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഇവിടെ മൈനസിന്റെ ഓപ്പോസിറ്റ് a is equal to -a is equal to 3 ആയിരുന്നെങ്കിലോ a കണ്ടുപിടിക്കണം. അപ്പൊ എന്താ? a എന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ്, അതായത് 3യുടെ ഓപ്പോസിറ്റ് എന്താ? -3. ഇങ്ങനെയാ കേട്ടോ. നെഗറ്റീവ് കളയുന്നത് ഇങ്ങനെയാ. അപ്പൊ ഇവിടെ എത്ര കിട്ടി? a
-5. എന്താ ചെയ്തത്? എക്സ്പ്രഷൻ എഴുതി. അവർ പറഞ്ഞ എക്സ്പ്രഷന്റെ വാല്യൂ ഈക്വൽ ടു 5 ആണ്. അപ്പൊ നമ്മൾ ഈക്വൽ ടു 5 ഇട്ടു. എപ്പോഴാന്ന് പറഞ്ഞു? x is equal to 0 ആണെങ്കിൽ. നമ്മളപ്പോ x ന് പകരം 0 ഇട്ട് കൊടുത്തു. അവരുടെ ക്വസ്റ്റ്യൻ എന്താണ്? a റീഅറേഞ്ച് ചെയ്തപ്പോ എന്ത് കിട്ടി? a കിട്ടി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ ആൻഡ് ഫൈൻഡ് ദ വാല്യൂ when a is equal to 5. a കണ്ടാൽ 5 ഇടണം, b കണ്ടാൽ -3 ഇടണം. എക്സ്പ്രഷൻ എന്ത് ചെയ്യാം? എക്സ്പ്രഷൻ എന്താണ്? 2 ബ്രാക്കറ്റിൽ a സ്ക്വയർ പ്ലസ് ab ബ്രാക്കറ്റ് അടച്ചിട്ട് +3 - ab. നമുക്ക് ആദ്യം ചെയ്യാം, ബ്രാക്കറ്റ് അയക്കാം. ഈ 2 കൊണ്ട് 2ന്റെ ബ്രാക്കറ്റ് അയക്കി. 2 ആർക്ക് കൊടുക്കണം? a സ്ക്വയറിന് കൊടുക്കണം. അപ്പൊ എന്താവും? 2a². അത് കഴിഞ്ഞ് 2 എന്ത് കൊടുക്കണം? abക്ക് കൊടുക്കണം. അപ്പൊ എന്ത് വരും? +2ab. പിന്നെ 2ന് ആർക്കെങ്കിലും കൊടുക്കണോ? വേണ്ട, കാര്യം 2ന് ഇനി ബ്രാക്കറ്റ് ഇല്ല. ബാക്കിയുള്ളവരെ അതുപോലെ എഴുതാം. 3 - 3ab. നോക്ക് മക്കളെ, വേറെ a സ്ക്വയർ ഉണ്ടോ? ഈ ടേം അല്ലാതെ വേറെ വല്ല a സ്ക്വയർ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അതിനെ അതുപോലെ എഴുതാം. ഇവിടെ എന്താ? +2ab ഉണ്ട്, +2ab ഉണ്ട്. വേറെ ab ഉണ്ടോ? ഉണ്ടല്ലേ. -ab ഉണ്ട്. -ab മീൻസ് എന്താ? -1ab. അപ്പൊ 2ab നിന്ന് 1ab പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? +1ab അല്ലെ? വലുതിന് ചെറുത്. ഒരെണ്ണത്തിന് +2 ആണ്, ഒരെണ്ണത്തിന് -1 ആണ്. ഓപ്പോസിറ്റ് സൈൻ ആണ്. വലുതിന് ചെറുത് കുറച്ച് വലുതിന് സൈൻ. 2ൽ നിന്ന് 1 പോയാൽ 1. 1ab +3 അങ്ങനെ കിട്ടി. ഈ 1ab 1 എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചുമ്മാ ab എന്ന് എഴുതിയാലും മതി. ഇനി എന്താ പറഞ്ഞ? a കണ്ടാൽ 5 ഇടുക, അതായത് 2. a സ്ക്വയറിന് പകരം 5² പ്ലസ് a കിടക്കുന്നു, aക്ക് പകരം 5. അപ്പൊ ദേ കിടക്കുന്നു b. b കണ്ടാൽ -3 ഇടുക, -3 പ്ലസ് 5. നോക്കാം. 2 × 5² എത്ര മക്കളെ? 5 × 5 25. +5 എന്ന് പറയുമ്പോൾ ഈ സൈൻ എടുത്തേ. +5 -3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ഇൻറ്റു മൈനസ് എന്നാ? -3 × 5 എത്ര? 15 + 5. 2 × 25 എത്ര മക്കളെ? 50. 50 - 15 + 5. നമുക്ക് ആദ്യം ഒരേ സൈൻ ഉള്ളവരെ നോക്കാം. 50നും പോസിറ്റീവ് ആണ് ചിഹ്നം, 5നും. 50 5 55. 55 എന്ത് പോകുന്നു? സോറി മക്കളെ, ഇവിടെ വെച്ചൊരു മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ +5 അല്ലല്ലോ, +3. ഈ +3 അല്ലേ വരട്ടെ കേട്ടോ. അപ്പൊ എന്താ? 2 × 5² എന്ന് പറഞ്ഞാൽ 25. പ്ലസ് ഇൻറ്റു മൈനസ് എന്താ? -15 + 3. 2 × 25 എത്ര? 50 - 15 + 3. 50ഉം 3ഉം ഒരേ സൈൻ അല്ലേ? ആദ്യ എത്ര? 53. 53ൽ നിന്ന് എന്ത് കുറയ്ക്കുക? 15 കുറയ്ക്കുക. 53ൽ നിന്ന് 15 പോയാൽ എത്ര? 38. 53 5 38. അപ്പൊ എന്ത് കിട്ടി? ആ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്താൽ എന്താണ് കിട്ടും? 38 കിട്ടും. അപ്പൊ എന്തൊക്കെ പഠിച്ചത്? എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ തന്നിട്ട് അതിൽ ഇട്ട് കൊടുക്കാൻ കുറച്ച് വാല്യൂസ് തരും. അത് ഇട്ട് കൊടുത്ത് വാല്യൂ കണ്ടുപിടിക്കാം. ഈസി പരിപാടിയാണ്. കുറച്ച് സൈൻ റൂൾ അറിയണം. മൈനസിന്റെ പവർ ഈവൻ വന്നാൽ പോസിറ്റീവ് ആണെന്നും മൈനസിന്റെ പവർ ഓഡ് വന്നാൽ നെഗറ്റീവ് ആണെന്നും അറിയണം. പ്ലസ് ഇൻറ്റു പ്ലസ്, പ്ലസും പ്ലസും കൂടെ വന്നാൽ പ്ലസ് ആണെന്നും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, മൈനസും പ്ലസും ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആണെന്നും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആണെന്ന് അറിയണം. അതുപോലെ തന്നെ ഒരേ സൈനുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ കോമൺ ആഡ് ചെയ്ത് കോമൺ സൈൻ ഇടണം. ഓപ്പോസിറ്റ് ആണെങ്കിലോ സബ്ട്രാക്ട് ചെയ്ത് വലുതിന്റെ സൈൻ ഇടണം. ഇത്രയും കാര്യങ്ങളൊക്കെ അറിയണം. ഈ സൈൻ റൂൾസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.